തണുപ്പുള്ള ഒരു രാത്രിയിൽ യോസഫും മറിയയും ബത്ലഹേം നഗരത്തിൽ എത്തിച്ചേർന്നു. ദിവസങ്ങളോളം നീണ്ട ആ കഠിനമായ യാത്രയിൽ മറിയം വളരെയധികം തളർന്നിരുന്നു. അവൾ പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. നഗരത്തിൽ എത്തിയ അവർക്ക് കാണാൻ കഴിഞ്ഞത് വൻ ജനക്കൂട്ടത്തെയാണ്. ഓരോ സത്രത്തിൻ്റെയും വീടിൻ്റെയും വാതിലിൽ ജോസഫ് ആവലാതിയോടെ മുട്ടി. ദയവായി എൻ്റെ ഭാര്യയ്ക്ക് വിശ്രമിക്കാൻ ഒരിടം തരുമോ? അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുകയാണ്. യോസഫ് യാചിച്ചു. എന്നാൽ എല്ലാവരും തങ്ങളുടെ വാതിലുകൾ അവർക്ക് മുന്നിൽ കൊട്ടിയടച്ചു. ഇവിടെ സ്ഥലമില്ല എന്ന മറുപടി മാത്രമാണ് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നിരാശനായി നിൽക്കുമ്പോൾ മറിയത്തിൻ്റെ പ്രയാസം കണ്ട് മനസ്സലിഞ്ഞ ഒരു സത്രക്കാരൻ അവർക്ക് വഴികാട്ടി. എൻ്റെ സത്രത്തിൽ മുറികളൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറകിലെ കാലിത്തൊഴുത്തിൽ കഴിയാം, അവൻ പറഞ്ഞു. മറ്റൊരു വഴിയുമില്ലാതെ ആ തണുപ്പുള്ള രാത്രിയിൽ ആടുകളുടെയും പശുക്കളുടെയും ഇടയിലുള്ള ആ ചെറിയ കൊട്ടലിൽ അവർ അഭയം തേടി. അവിടെയുള്ള വൈക്കോലിൻ്റെ ചൂടിൽ അവർ വിശ്രമിച്ചു. പെട്ടെന്ന് ആകാശത്ത് ഒരു അത്ഭുത നക്ഷത്രം തെളിഞ്ഞു. പ്രകൃതി പോലും നിശബ്ദമായ ആ നിമിഷത്തിൽ ലോകത്തിൻ്റെ രക്ഷകനായി ഉണ്ണിയേശു ജനിച്ചു. മറിയം തൻ്റെ കുഞ്ഞിനെ തുണികളിൽ പൊതിഞ്ഞു. കിടത്താൻ നല്ലൊരു തൊട്ടിൽ ഇല്ലാത്തതിനാൽ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പുൽത്തൊട്ടിയിൽ അവൾ അവനെ മെല്ലെ കിടത്തി. മാലാഖമാർ പാടിയ പാട്ടുകൾ ആ രാത്രിയിൽ ആകാശത്ത് മുഴങ്ങി. വലിയ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് ദരിദ്രമായ ഒരു കാലിത്തൊഴുത്തിലാണ് ലോകം കാത്തിരുന്ന ആ വലിയ അത്ഭുതം സംഭവിച്ചത്. ആ വിനീതമായ ജനനമാണ് ഇന്നും നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്.